ഹലോ, ഗുഡ് ഈവനിങ്. നമ്മുടെ പൊന്നുകുട്ടിയും കണ്ണൻകുട്ടനും അംഗനവാടിയിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ഞാൻ 3 പൊട്ടറ്റയാണ് കേട്ടോ ആദ്യം എടുത്തത്. പക്ഷെ പിന്നെ ഒരു ഡൗട്ട് തോന്നി, 3 എടുത്താൽ തികയാതെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 4 പൊട്ടറ്റോ എടുത്തു കേട്ടോ. അപ്പോൾ ഇതേ 4 തൊലി കളഞ്ഞെടുക്കുകയാണ്. 3 തൊലി കളയുന്ന ഇതിനകത്ത് കാണുന്നുള്ളൂ കേട്ടോ. പക്ഷേ 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുകയാണ്. നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ. നമുക്ക് കുഞ്ഞുമക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കണ്ണൻകുട്ടന് ഒരുമാതിരിപ്പെട്ട ഭക്ഷണമൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ഇത് സൂപ്പറായിരുന്നു കേട്ടോ. കണ്ണൻകുട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേ 4 എടുത്തിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ കിഴങ്ങിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഒരു 5 വിസിലെങ്കിലും ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ 2-3 വിസിലൊക്കെ അടിച്ചാൽ കിഴങ്ങ് വേകുന്നതാണ്. പക്ഷേ ഞാൻ 5 പ്രാവശ്യം അടിച്ചിട്ടാണ് ഒന്ന് വെന്ത് കിട്ടിയത്. അപ്പോൾ 5 വിസിലടുപ്പിച്ച് അങ്ങനെ നമ്മുടെ കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ വെന്ത് കേട്ടോ 5 വിസിലടുപ്പിച്ചപ്പോൾ. അങ്ങനെ നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. ഇതുപോലെ ഇടിച്ചിടിച്ച് ചതച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റാക്കി ഇങ്ങനെ പൊടി പോലെ ആക്കി എടുക്കണം. ഇച്ചിരി പണിയായിരുന്നു കേട്ടോ. അത് ഇടിച്ചിടിച്ചിടിച്ച് ഞാൻ ചതച്ചെന്തായാലും എടുത്തിട്ടുണ്ട്. എനിക്ക് സ്മാഷ് ചെയ്യുന്ന സാധനമില്ല. അപ്പോൾ തവിയില്ല, തവിയുടെ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് ചതച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കോൺഫ്ലോർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചില്ലി ഫ്ലെക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണ് കേട്ടോ. അതും കുറച്ചേ ഉള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായതുകൊണ്ട് എരിവ് കുറച്ച് മതിയല്ലോ. അതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് അരിപ്പൊടിയാണ്, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 2-3 സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ കിഴങ്ങെടുക്കുന്നതിൻ്റെ ആ ഒരു ഇതനുസരിച്ച് ഇടുക. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. സ്പൂണിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തു എല്ലാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് ഞാൻ ചപ്പാത്തിക്ക് കുഴക്കത്തില്ല അതുപോലെ അങ്ങ് കുഴച്ചെടുത്തു കേട്ടോ. ആദ്യം ചെറിയ ഒട്ടലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് മാറി കിട്ടി കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ ഞാൻ കുഴച്ചെടുത്തു. അതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 2-3 സ്പൂണോളം നെയ്യ് കണ്ടോ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് നമ്മുടെ ആ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, മാവ് പോലെയാണല്ലോ ഇരിക്കുന്നത്. ഈ കിഴങ്ങും എല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്ക് അതിലൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒട്ടലൊക്കെ അങ്ങോട്ട് മാറി കേട്ടോ. നല്ലൊരു ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പരുവത്തിൽ നമുക്ക് കിട്ടി കേട്ടോ സംഭവം എന്തായാലും. ഇനി നമുക്കിത് ഉണ്ടയായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പിൽ, ഞാനൊരു സ്റ്റിക്ക് പോലത്തെ ഷേപ്പിലാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇതാകുമ്പോൾ നമ്മുടെ കണ്ണൻകുട്ടന് ഇഷ്ടം. ഇടിയപ്പമൊക്കെ ഞാൻ ഈ രീതിയിലാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇടിയപ്പത്തിന് കുഴച്ച് കഴിയുമ്പോൾ ഈ രീതിയിലാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ എല്ലാം ഒരേ ഷേപ്പിലാണ് കേട്ടോ ചെയ്തത്. അതിനുശേഷം ഫ്രൈങ് പാൻ വെച്ചു. പിന്നെ നമ്മൾ ഫ്രൈങ് പാൻ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തത്. നമ്മൾ വെളിച്ചെണ്ണയിൽ എന്ത് സാധനം ഫ്രൈ ചെയ്തെടുത്താലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഒരു കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അടിഭാഗം ഒന്ന് ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആവും. പിന്നെ അപ്പുറത്തെ തിരിച്ചിട്ടിട്ട് അങ്ങനെ തിരിച്ചും മറിച്ചും ഒന്ന് നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആക്കി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ സംഭവം എന്തായാലും ആകും. ഓൾറെഡി നമ്മുടെ കിഴങ്ങ് വെന്തതായതുകൊണ്ട് അങ്ങനെ ഒരുപാടിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇടയ്ക്ക് നിർത്തിയാണ് കേട്ടോ പറയുന്നത്. എൻ്റെ സൗണ്ട് റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇട്ടത് ഫുള്ള് ഫ്രൈ ആയി വന്നു കേട്ടോ. നല്ല സെറ്റപ്പായിട്ട് കിട്ടും. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് വ്യൂ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഫൈനലി ഫുള്ള് ഫ്രൈ ചെയ്ത് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇവിടെ നമ്മുടെ കണ്ണൻകുട്ടന് ഒരുമാതിരി
എരിപ്പെട്ട പലഹാരമൊന്നും അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇത് നമ്മുടെ കണ്ണൻകുട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടോ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടൻ കഴിക്കുന്നത് അവസാനം ഉണ്ട് കേട്ടോ. വീഡിയോ ഫുള്ള് എല്ലാവരും കാണണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കണ്ടോ നമ്മുടെ കണ്ണൻകുട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വെച്ച് കൊടുത്തത് കണ്ട് കാലിയായതും പെട്ടെന്നായിരുന്നു. 2 പേരും കൂടെ അങ്ങ് കഴിച്ചു. പൊന്നുകുട്ടിക്കും അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊന്നുകുട്ടിക്ക് പിന്നെ എല്ലാം അങ്ങ് ഇഷ്ടപ്പെടുക അങ്ങനെ ഒരാളാണ് പൊന്നുകുട്ടിക്ക്. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാ കൂട്ടുകാരും ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ബായ്.